ഹലോ, ഇന്ന് ഞങ്ങൾക്ക് ശകലം 3 ചെറിയ ചൂര കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കറി വെക്കാൻ പോകാം. കണ്ട ഇതാ ചൂര. അപ്പോൾ എല്ലാം കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചട്ടി അടുത്ത് വെച്ച് ഇത് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടുന്നത് വെളുത്തുള്ളി എടുത്ത് വെച്ച് ഇഞ്ചി എടുത്ത് വെച്ച് ഒരു കഷ്ണം ചുവന്നുള്ളി എടുത്ത് കറിവേപ്പില എടുത്ത് വെച്ച് ഉള്ളി കഴുകി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കും. അതുകൂടെ കടുക് കൂടെ ഇട്ട് കൊടുക്കും. കടുക് ഇട്ട് കൊടുക്കും. പറ്റുമ്പോഴത്തേക്ക് കടുക് ഉലുവയെല്ലാം ഒന്ന് പൊട്ടിക്കട്ടെ. പൊട്ടി നോക്കുക. ഉള്ളി ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഇഞ്ചി ഇട്ട് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ഒന്ന് നോക്കാം. ഒരു ചെറിയ വീഡിയോ. അപ്പം കറിവേപ്പില കഴുകി വെച്ചിട്ടുണ്ട്. നമ്മൾ വാങ്ങിക്കുന്നതാണ് കറിവേപ്പില. നമുക്ക് കറിവേപ്പില ഇല്ല. അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് രാവിലെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് അതൊന്ന് നോക്കുമ്പോഴത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ശകലം മല്ലിപ്പൊടി എടുക്കത്തുള്ളൂ. അത് എടുത്തില്ല. ഉള്ളി, ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൊണ്ട് നോക്കട്ടെ. അപ്പോൾ അതെല്ലാം ഒന്ന് മൂത്തിട്ടുണ്ടല്ലോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കും. ഒന്നിച്ചിട്ട് എണ്ണ കുറവാണ്. എണ്ണ എണ്ണയുണ്ട്. എണ്ണ അത്ര നല്ലതല്ല. അതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പുളിയും വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ തിളക്കുന്നു. പുളി, മുളകും മല്ലിപ്പൊടി എല്ലാം കൂടെ ആ വെള്ളത്തിലൊന്ന് നല്ലപോലെ ഞാനൊന്ന് അഴുത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അത് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് തിളക്കട്ടെ. അതിപ്പം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് തിളക്കാം. അപ്പോൾ നമ്മുടെ അരപ്പും എല്ലാം ഒന്ന് തിളച്ചൊന്ന് നോക്കാം. എന്താ
എല്ലാം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, എല്ലാം ഒന്ന് തിളച്ച്. അപ്പം നമുക്കിനി മീൻ പെരക്കിയിട്ട് കൊടുക്കാം. ചെറുതല്ല തീരെ. ചില സമയത്ത് ചെറിയ മീൻ കറി വെച്ചാൽ നല്ല, എൻ്റെ ചാറിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ചിലപ്പോൾ കറി വെച്ചാൽ അത്ര ഗുണം കാണത്തില്ല. ഇതെന്താണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഇന്ന് കിട്ടിയതാണ്. ചിലപ്പം ചെറുതാന്നേലും നല്ലതാണ്. എൻ്റെ ചാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇതെന്താണെന്നൊന്നും അറിയത്തില്ല. മീൻ കണ്ടിട്ടൊരു അത്ര നല്ല ഇതാണെന്ന് തോന്നിയില്ല. അപ്പം അത് അരപ്പും എല്ലാം ചേർത്ത് അതിലൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇത് റൈസ് കുക്കർ. അതിനകത്ത് അരി തിളപ്പിച്ച് വെച്ചിരിക്കുക. ഇതൊരു 8 വർഷത്തോളമായി എനിക്ക് റൈസ് കുക്കർ വാങ്ങിച്ചിട്ട്. ഇതുവരെ അതിനൊരു കംപ്ലൈൻറ്റ് വന്നില്ല. അന്നേ പിന്നെ ഇന്ന് വരെ ഇതിനകത്താണ് അരി തിളപ്പിച്ച് വെക്കുന്നത്. എന്താ ഒരു കേടുമില്ല. ഏത് വേവുള്ള അരിയാണെങ്കിലും ഇതിനകത്ത് ഇരുന്ന് വെന്ത് കിട്ടിക്കോളും. വെള്ളം കൂടുതലിട്ട് നിറച്ച് വേവിച്ച് വെക്കുന്നത് കണ്ടോ.